നമ്മൾ സ്റ്റേ അടിച്ച സ്പോട്ട് ഇതാണ്. സ്പോട്ടിന്റെ പേരെന്താണോ? സ്പോട്ടിന്റെ പേര് അതെ എബിച്ചേട്ടാ, ഈ സ്പോട്ടിന്റെ പേരെന്താണ്? സ്ഥലത്തിന്റെ പേരെന്താണ്? കട്ട് 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 കട്ടായി. അപ്പൊ ഇന്നലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് പിന്നെ റെസ്റ്റ് ചെയ്ത് രാത്രി അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായില്ല, നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തായിരുന്നു. അപ്പൊ നമ്മളിനി ഇവിടുന്ന് ഇനി പറ്റ സ്പോട്ടിലോട്ട് പോകാൻ പോലെ അല്ലെ, എല്ലാരും ഇറങ്ങിയുള്ള പരിപാടിയാണ്. പുറത്തേക്കൊക്കെ പോവാറുന്നല്ലേ? അടുത്ത അടുത്ത ആൾക്കാർ ചൊല്ലി അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണേട്ടാ. നമ്മൾ സ്റ്റേ അടിച്ച സ്പോട്ട് ഇതാണ്. സ്പോട്ടിന്റെ പേരെന്താണോ? സ്പോട്ടിന്റെ പേര് അതെ എബിച്ചേട്ടാ, ഈ സ്പോട്ടിന്റെ പേരെന്താണ്? സ്ഥലത്തിന്റെ പേരെന്താണ്? കട്ട് 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 കട്ടായി. സ്ഥലത്തിന്റെ പേര് നമുക്ക് അതിന്റെ മേലിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. അല്ല നമ്മളിന്നലെ ഇത് പൊളിച്ച സ്പോട്ട് അല്ലേ? എന്തോ ഇല്ലേ അല്ലേ? കൊള്ളാല്ലേ സ്പോട്ട്? കൊള്ളാല്ലേ? നല്ല വ്യൂ ഉള്ള സ്പോട്ടാണ് അല്ലേ? അടുത്ത വട്ടം വരുമ്പോഴേ അല്ലേ? അല്ല അവർക്കൊന്നും എൻജോയ് ചെയ്യണ്ട അല്ലേ? നമ്മളങ്ങനെ എൻജോയ് ചെയ്ത് പൊളിച്ചു കിടക്കണം. ാണ് അല്ലേ? അതൊക്കെ വേറല്ലേ വരല്ലേ? ഓണപ്പോക്ക് വലിയ കയറാൻ വയ്യാന്ന് അല്ലേ? ആണോ? പക്ഷെ ഇന്നലെ ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വലിയ ഹെവി ട്രക്കിംഗ് ഒന്നും ഉണ്ടായില്ല അല്ലേ? അട്ടപ്പരപ്പ് എന്റെ അമ്മ. ഈ വ്യൂ നോക്കിയേ അല്ലേ? ഇത് മൂന്നാറല്ല വട്ടവടയുടെ മൂന്നാറാണ്. വട്ടവടയുടെ ഒരു വേറൊരു വ്യൂ അല്ലേ? അങ്ങനെ നമ്മള് മിസ്റ്റി വ്യൂ ഇതാണ് സ്പോട്ട്. അപ്പുറത്തെ ഫോട്ടോ അല്ല, ഫോട്ടോ പറഞ്ഞ് പിടിക്കാം. എടേ തീരുമാനിച്ച ഏതാ പേരുന്ന്? അതിൻ്റെ ചെറിയ ഇതിലാണോ പലകരാണ് ചോദിച്ചത്. ക്ലൈമറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. ജാക്കറ്റ് വണ്ടി വന്നായിരുന്നു ആൾക്കാർക്ക്. എനിക്ക് ലഭ്യമുണ്ടായില്ല. ബെസ്റ്റ് വ്യൂ ഇല്ല, അതും കിട്ടി. ഇല്ലില്ല, അങ്ങോട്ട് കിടന്നോവാ. നമ്മുടെ ഞങ്ങളെ വണ്ടി കേട്ടോ വണ്ടി കേട്ടോ. നമ്മൾ നടന്ന് വന്ന്
ഫാമിന്റെ പേര് കണ്ടുപിടിച്ചു. കുറച്ച് നടക്കാനുണ്ട്. ആൾക്കാരിവിടെ ഇങ്ങനെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം. വണ്ടി ഇപ്പൊ ചാമ്പിയാണ്. കൊള്ളാട്ടെ, നല്ല ഫോട്ടോ. വണ്ടി കയറാൻ പോണേണ്. നിങ്ങള് എല്ലാവരും വന്ന് വണ്ടി കയറാനുള്ള സെറ്റപ്പാണ്. വണ്ടി കയറി. ഇതാണ് നമ്മുടെ വണ്ടി. എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. അതെ അതെ. അപ്പൊ നമ്മൾ പോകാൻ പോണേണ് അല്ലേ? നമ്മള് സ്പോട്ടിലോട്ട് പോകണം അല്ലേ? എന്റെ പിന്നെ അങ്ങനെ വണ്ടിക്കകത്ത് കയറി വണ്ടി എടുത്ത് വണ്ടി പോയിക്കൊണ്ടിരിക്കണ പഴയ പാട്ടിന്റെ മെയിൻ ആളാണ്. ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ വന്നിട്ട് ഇവിടെ മൂന്നാറ് ടോപ്പ് സ്റ്റേഷൻ എത്തി. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇറങ്ങാൻ പോണേ. ഇറങ്ങി നമ്മുടെ അല്ലേ? എല്ലാരും ഇറങ്ങി, കുറച്ച് ആൾക്കാർ എല്ലാരും ഇറങ്ങി. നമ്മ മാത്രമേ ഉള്ളൂ, നമ്മ ബാക്ക് ബെഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. ചേട്ടാ ഒരു ലക്ഷണത്തെ ഇറക്കണല്ല. സൗണ്ടൊക്കെ പോയല്ലേ? നമ്മുടെ ആൾക്കാരുണ്ടായല്ലോ, കുറച്ച് ആൾക്കാർ. ഡാനിയൽ റെസ്റ്റോറൻറ്റ് ഇവന്റെ ഒക്കെ പ്രമോഷനാണ്. ആ ഹോട്ടൽ കൊള്ളാന്നാണ് പറയണത്. പിള്ളേർക്കും അധികം സ്പൈസി അല്ലാത്ത പോലത്തെ ഒരു വയറിന് വലിയ സീനൊന്നുമില്ല. പിള്ളേർ സാധാരണ എന്റെ പിള്ളേർ കഴിക്കാറില്ല ഫുഡ്. പക്ഷെ ഇവിടുന്ന് കഴിക്കുമ്പോഴത്തേക്ക് അതുങ്ങൾ വയറിറച്ച് ഭക്ഷണം കഴിക്കും. ഇപ്പൊ അറിഞ്ഞിരുന്നില്ല ഇന്നത്തെ പാട്ടല്ലേ? അല്ല, ഇന്നലെ രാത്രി നമ്മൾ കുറച്ച് വീഡിയോ എടുത്തില്ലെന്ന് പറയാൻ പറ്റും. രാത്രി പക്ഷെ വീഡിയോ എടുക്കാനുള്ള അതിനേക്കാളും എൻജോയ്മെന്റിലായിരുന്നു നമ്മൾ. ആ എൻജോയ്മെന്റ് കാരണം വീഡിയോ എടുക്കണമെന്നുള്ള കാര്യം മറന്നു സത്യം അല്ലേ? പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു സുഖം ഉണ്ടായില്ല. അത്ര വൈബിലായിരുന്നു. സൗണ്ട് വരുന്നുണ്ടോണ്ടാ അടിച്ചു മൂടായിട്ട് നിൽക്കുന്ന പോലത്തെ സൗണ്ട്. അതെ, അല്ല അടിച്ചിട്ടില്ല. ഞങ്ങൾ പച്ചയാണ്. എങ്ങോട്ടാ അവര് പോയെന്നല്ല ഐഡിയ ഉണ്ടോ? വേറെ വഴിയൊന്നുമില്ലല്ലോ. അല്ല, വേറെ വഴി നേരെ വഴിയുള്ളൂ അല്ലേ? അതെ, കൊള്ളാല്ലേ? അതെ, നമ്മൾ ഇത്രയും കാലത്ത് നമ്മുടെ ആ ഓഫീസിലെ സ്ട്രെസ്സിൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മൾ ഒരു റിലീഫ് അല്ലേ? നല്ലൊരു റിലീഫാണ്. എല്ലാവരും നല്ല എൻജോയ്മെന്റ് ആണ്. ഒരാൾ പോലും എല്ലാ വൈബും കൂടി ഒരുമിച്ച് ചേർന്ന പോലത്തെ. അതെ, കൊള്ളാം. തുടക്കത്തിൽ നമുക്ക് കുറച്ച് ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു ബാഡ് എന്ത് നല്ല നടക്കുന്നതിന് മുമ്പിലും ഒരു രക്തം കണ്ടു തുടങ്ങുന്നു. അതേപോലെ രക്തം കാണണ്ടായിരുന്നു. അതെ, കൊച്ച് എന്ന് പറയണ്ട, പണിയുണ്ടാക്കി വെച്ചത്. അല്ല, പിള്ളേരാണ് പറഞ്ഞ കാര്യമില്ല. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ പിള്ളേരാണ് പവറായത്. അതെ, പവറായി. പിന്നല്ലാണ്ട് അത് മറ്റേ പെയിൻ കില്ലർ മറ്റേ മരുന്നൊക്കെ അങ്ങോട്ട് ചെന്നപ്പോ എന്തെങ്കിലും പുള്ളി ഓണായി അല്ലേ? ഇനി ഇവിടെ നിന്ന് മല ഇറങ്ങി കഴിയുമ്പോ ചിലപ്പോ കിട്ടും. മാറുമല്ലോ, മാറി ആ മരവിപ്പ് അങ്ങനെ മാറും. പിന്നെ വേനോടും സൗണ്ട് നല്ല രീതിക്ക് പോയിട്ടാ, രക്ഷയില്ല. ഇന്നലെ നിങ്ങൾ കേട്ട സൗണ്ട് ആയിരിക്കും ഇന്ന് നിങ്ങൾ കേൾക്കണത്. സൗണ്ട് പോയി. സെപ്പറേറ്റ് ഡബ്ബൊന്നും ചെയ്യാനുള്ള. അതെ, മൈക്ക് എടുത്തില്ലല്ലേ? കുറച്ച് ടീമുകൾ നമ്മളെ തപ്പി വെയിറ്റ് ചെയ്ത് നിൽക്കണേ അല്ലേ? നമ്മളെ വെയിറ്റ് ചെയ്ത് കുറച്ച് ടീമുകൾ നിൽക്കണേ. റെഡി ഗൈസ് അല്ലേ? കൈ നിറച്ച് മേടിച്ചു കൊടുക്കട്ടെ കളിക്കട്ടോ. യെസ്, വയ്യായിക്കൊന്നുമില്ല.
എന്നാൽ 2 വാക്ക് പറയൂ. ഓൾറൗണ്ടർ. ഇന്ന് 2 വാക്ക് പറഞ്ഞു. 2 വാക്ക് ശരി അല്ലേ? 2 വാക്ക്. എന്തിനാ അണ്ണേ അണ്ണൻ the real hero, the real guys നോക്കൂ guys, the real hero നടന്നു വരുന്നു. എന്താ നിൽക്കുന്ന പോലെ കൊറോണ ഉണ്ടോ? നടക്കാവാ ഇവിടെ എല്ലായിടത്തും കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണോ കച്ചവടം തന്നെ. ഇവിടെ നമുക്ക് ജീവിക്കണ്ടേ അല്ലേ? ചേച്ചിക്ക് എന്താ പറയാനുള്ള ഇപ്പൊ ഈ നിമിഷത്തില്? ഒന്നും പറയാനല്ലേ വയ്യ അല്ലേ? അങ്ങനെ പറ്റൂല. നീ അമ്മനെ കൊണ്ടുപോകണ. അതെ അവന് കോലൂട്ട വാങ്ങാതിരിക്കും. ഇങ്ങനെ ബാഡ് വേർഡ്സ് ഒന്നും പറയല്ലേ, വ്ളോഗിൽ കിട്ടും. അങ്ങനെ ഒന്നുകൂടി കേട്ടില്ല. അപ്പൊ പോയിക്കൊണ്ടിരിക്കണല്ലേ? ഇതാണ് സ്പോട്ട് വേണ്ട. ജിജിയുടെ തേൻമിട്ടായി. ആണെന്തേ പൈനാപ്പിൾ വാങ്ങി തണുത്ത പൈനാപ്പിൾ എങ്ങനെ പോയി. ഉടിയ ഇതോടെ കടകളിലേക്ക് കയറി ഇവിടെ വരെയുള്ള ഇതെൻഡിങ് ആണോ? ഇതെൻഡിങ് ആണോ? ഇതെൻഡിങ് ആണോ? ഇവിടെയൊക്കെ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ. പണ്ട് കാലങ്ങളിലൂടെ വരുമ്പോ കടകളൊന്നും അല്ല, മൊത്തം കടകളും അല്ലേ വിനോദ്ജി? ഇവിടെ ഇപ്പൊ മൊത്തം കടകളും കാര്യങ്ങളൊക്കെ അല്ലേ? ആ ടൂറിസ്റ്റ് എന്നല്ല, ആ ടൂറിസ്റ്റ് സെറ്റപ്പ് എന്നുള്ള ഒരു സെറ്റപ്പ് പോയി. വ്യൂ ഉണ്ട്. നല്ല കോടല്ല, നല്ല മിസ്റ്റ്, അടിപൊളിയാണ്. കൊള്ളാം. ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിള്ളേർ അടുത്ത വരവിൻ്റെ കൊച്ചിന് വൈകിട്ട് വരുമ്പോ അല്ലേ? ആണല്ലേ? ഇപ്പം എല്ലായിടത്തും ഇങ്ങനെയാണോ? വ്യൂ ഉണ്ടാന്നറിയില്ലേ? കൊള്ളാം അല്ലേ? നല്ല ക്ലൈമറ്റ്. ഈ ക്ലൈമറ്റ് നമുക്കുണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നല്ലേ അവിടെയൊക്കെ. അവിടെ ചിലപ്പോൾ ചൂടാണെങ്കിൽ അവർക്ക് രക്ഷയില്ല. നമ്മളവിടുത്തെ ചൂട് കത്തി വിലയായിരിക്കും ഇവിടെ അല്ലേ? ഓരോ ലെയർ കഴിയുമ്പോഴത്തേനും ഒരു ലെയറിൽ ചൂടാണെങ്കിൽ ഒരു ലെയറിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തണുപ്പല്ലേ. ശരിയാ. ഡ്രീം ക്യാച്ചർ 100. അവിടെ ഡ്രീം ക്യാച്ചർ ഉണ്ട് കേട്ടോ. വാങ്ങണമെന്ന് ഓർത്തു. പക്ഷെ ഇവിടെ റേഞ്ചിൽ നെറ്റ്വർക്ക് ഇല്ല, കയ്യിൽ ക്യാഷ് ആയിട്ടില്ല നമ്മുടെ കയ്യിലല്ലേ? കൊള്ളാം. ആ നോക്കട്ടെ. എടാ ഇത് ഡ്രീം ക്യാച്ചർ, തനിക്ക് ഇതൊരു സാധനമാണോ ഡ്രീം ക്യാച്ചർ? ഡ്രീം ക്യാച്ചറിൻ്റെ ടിബറ്റൻ ഫ്ലാഗ് ഉണ്ട് കേട്ടോ. ടിബറ്റൻ ഫ്ലാഗാണത്. ടിബറ്റൻ ഫ്ലാഗ് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ മണാലി അങ്ങനെയുള്ള ഭാഗത്തൊക്കെ പോകുമ്പോഴാണ് ടിബറ്റൻ ഫ്ലാഗ് കിട്ടുന്നത്. പണ്ടത്തെ ആൾക്കാർ
പണ്ടത്തെ ട്രിപ്പർമാർ ട്രിപ്പടിക്കുന്ന ആൾക്കാരില്ലേ ഡ്രീം ക്യാച്ചർ അല്ലേ? അങ്ങനെ കിടക്കാന്ന് കിലോമീറ്റർ വളം കിടക്കണേന്ന് കുറെ നേരം കിടക്കണം. ഡ്രീം ക്യാച്ചറിന്റെ ബസ്സുള്ള ഒതുക്കി ഇറങ്ങി നോക്കാം. ഡ്രീം ക്യാച്ചർ കിട്ടും നോക്കാം. വിലക്കുറച്ചിട്ട് നോക്കാം. 100 രൂപ. എല്ലാവർക്കും 100 രൂപ അല്ലേ? ഇവിടെ കുറെ ഡ്രീം ക്യാച്ചർ ഉണ്ട്. ഒരു ഡ്രീം ക്യാച്ചർ വാങ്ങണം. അത് നൈസാണ്. ഇത് നൈസല്ലേ? ഇത് നൈസല്ലേ? അണ്ണ ഇങ്ങ വാങ്ങണ്ടേ? ഇവിടെ ഒരെണ്ണം നോക്കി വാങ്ങണോട്ടോ. എനിക്ക് ഒരെണ്ണം വേണം. ചെറുക്കം കൊണ്ട് നശിപ്പിക്കുമെന്നറിയില്ല. എന്നാലും ഒരെണ്ണം വാങ്ങണം. ഒരു ആഗ്രഹം. അങ്ങനെ നമ്മൾ ആ അറ്റത്തെ വ്യൂവിലെത്തി അല്ലേ? എത്തിയിട്ടില്ല അല്ലേ? ഡ്രീം ക്യാച്ചറിന്റെ ബഹളമുള്ള അല്ലേ? വാടേ തിരിച്ചു കയറുമ്പോ നോക്കാന്നേ. കളർ കോമ്പിനേഷൻ. അതെ കൊള്ളാല്ലേ? ഒരെണ്ണം മേടിക്കാം. അല്ലേ? ഡ്രീം ക്യാച്ചർ നോക്കാം. തീർന്നു പോകാൻ വേണ്ടി ആരൊന്നും വാങ്ങിക്കണമെന്നില്ല. അങ്ങനെ ഇവിടെ ഫുള്ള് ടൂറിസ്റ്റിന്റെ ബഹളമുണ്ട്. നമ്മുടെ അടുത്ത ഗ്യാങ്ങിൽ അടുത്ത എന്താ പരിപാടി? ടോപ്പ് സ്റ്റേഷൻ കാണണം. ടോപ്പിക്ക് കയറാൻ പൈസ ഉണ്ടോ? എന്തിനേ? 20 രൂപ കയറാം. വേണോ? ഡബിൾ മൈൻ ഇടുന്നല്ലേ? 10 മിനിറ്റ് കയറാം. ടോപ്പ് സ്റ്റേഷൻ ടോപ്പിൽ കയറിയിട്ട് പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ എനിക്കറിയില്ല. വ്യൂ ഉണ്ടാവും. കയറണോ? അതെ. ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ് എൻ്റെ ചാർജ് തന്നെ അല്ലേ? നമുക്ക് കയറാം. നമ്മൾ കയറി. നല്ല മിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മിസ്റ്റാണ്. കൊള്ളാം. നമുക്ക് ക്യാമറയിൽ എന്തോരം കാണുമ്പോൾ ഞാൻ അറിയാൻ പാടില്ല. എന്നാലും കൊള്ളാം കേട്ടോ. സെറ്റ് അല്ലേ? സെറ്റല്ലേ? കേരള കഷ്ടമല്ലേ? വേറെ ലെവല് അല്ല? വേറെ ലെവല് മിസ്റ്റ്. പുള്ളി പോയി. താഴത്തേക്ക് വീണാ ഓക്കെ അല്ലേ? മേലോട്ട് വരാം. ഞാൻ ഓ മാൻ, ഇതാണ് ഇതിൻ്റെ മേലിൽ വരുമ്പോഴുള്ള വ്യൂ. ഇതാണ് കണ്ടാ? ടോപ്പിലിരിക്കണല്ലേ അല്ലേ? സെറ്റപ്പല്ല, സെറ്റപ്പെന്നല്ല, കൊള്ളാം, കുഴപ്പമില്ല അല്ലേ? താഴെ നോക്കിയേ, ആകാശം മഞ്ഞും കൂടി മിക്സ് ആയിട്ടില്ലേ? ആകാശം കൂടിയാണ് താഴെ മനസ്സിലാവുള്ളൂ. ശരിയല്ല? ഇവരെയൊക്കെ ഓടി സെറ്റ് ചെയ്യാം. നമ്മളിപ്പോ അവിടെ നിന്ന് സ്പോട്ട് കണ്ടിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങണേ.
അതെ എടാ ശരത്തെ നല്ല സ്റ്റീപ്പാണ്. ആ അതെ നല്ല സ്റ്റീപ്പാണ്. കളിക്കല്ലിയാ നാളെ കൗൺസിലിൽ കയറണേ. Oh boy. കൊള്ളാം അല്ലേ? ഞാൻ വന്നിട്ട് ഞാൻ ജാക്കറ്റ് യൂസ് ചെയ്യില്ല. ഡാർക്കായിരിക്കട്ടെ കുറച്ച് അതൊക്കെ ഡ്രീം ക്യാച്ചർ വാങ്ങാനുള്ള മൂടുണ്ടാവില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ. തോന്നലുണ്ട് അത്യാവശ്യം നല്ല കുത്തനെയുള്ള ഇറക്കും. പടവനടിച്ചില്ലേക്കുള്ള വീഡിയോ ഇറക്കം ഫീൽ ചെയ്യൂല, നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നല്ലൊരു ഇറക്കോട്ടെ. വീഴുന്നുള്ള ഒറ്റപ്പാ. നമുക്ക് നോക്കിയെടുക്കാം. കുന്നിറങ്ങി അടുത്ത സ്പോട്ടിലെത്തി. അയ്യോ ഇവിടെ കുറച്ചൊരു വേറെ സെറ്റപ്പ് അല്ലേ? പൊളിമൂട് അല്ലേ? ശ്രീരാജൊക്കെ പൊളിമൂടിൻ്റെ ആളാ. എങ്ങനെ തിരിച്ചു കയറുന്ന വല്ല ഐഡിയ തനിക്ക് വല്ല ഐഡിയ ആണോ തിരിച്ചു കയറും എങ്ങനെ കയറുമെന്ന്? ഓ എടാ അതിൻ്റെ അപ്പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റുമല്ലേ? പിന്നെ അവിടെ പോകാൻ പറ്റൂട്ടോ. അവിടെ ഓപ്പൺ ആണ് അല്ലെങ്കിൽ അവിടെ സ്റ്റക്കാണ്. അവിടെ അതൊക്കെ വേറെ വൈബായിരിക്കുള്ളൂ. ആ ട്രക്കിങ് നേരെ കണ്ട ട്രക്കിങ് കൊള്ളാന്നായാലും അല്ലേ? ഒന്ന് രണ്ടെണ്ണങ്ങളോ അച്ഛാ എങ്ങനെയുണ്ട് ഹോസ്പിറ്റലൊക്കെ? ഒന്നിനൊന്നും കൊള്ളാം. പറ്റിയൊരു ചുമതത് പിടിപ്പിച്ചത് കൊണ്ടുവരാനില്ലേ ഫോട്ടോ എടുക്കാനാ? അപ്പൊ ഒരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. ഇറങ്ങി നമ്മ ഡ്രീം ക്യാച്ചർ ഇഷ്ടപ്പെട്ട ഡ്രീം ക്യാച്ചർ വാങ്ങാൻ വേണ്ടി പോണേ അല്ലേ? കാഴ്ച കഥപ്പുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല അതൊക്കെ അല്ലേ ഞാൻ പടം ഡ്രീം ക്യാച്ചറൊക്കെ വാങ്ങിക്കാം. നമ്മളെ ഡ്രീം ക്യാച്ചർ അവർ വേറെ സെറ്റ് വെച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി. പിന്നെ ഫ്രഷ് സാധനം അല്ലേ? കൊള്ളാല്ലേ? മേടില്ല ലാസ്റ്റ് പോലെ അല്ലേ? ലാസ്റ്റ് പോലെ അല്ലേ? അതല്ല. ഓക്കെ ഓക്കെ ഡ്രീം ക്യാച്ചർ സ്വന്തമാക്കി അല്ലേ? കൊള്ളാം. അതെ പിടിച്ചിട്ട് പിന്നെ ഭംഗിയൊന്ന് കണ്ടിട്ട് അല്ലേ? ഇങ്ങനെ പിടിച്ചിട്ട് തിരിഞ്ഞ കൊള്ളാം അല്ലേ? നൈസായിരിക്കും അല്ലേ? വിളിട്ട ഓ ബോയ് നൈസ്. ഇത് മേടിച്ചു പോയല്ലോ അല്ലേ? നമ്മ ഒരു സാധനം മേടിച്ച പിന്നെ അത് ശ്രദ്ധിക്കരുത് അല്ലേ? ഇഷ്ടം പോകുന്നു. എല്ലാ സൂപ്പർ ഫ്രണ്ടിലും നല്ല ഇഷ്ടമുണ്ട്. നടന്നു കഴിഞ്ഞാൽ നമുക്ക് ടയേർഡ് ഇല്ലാണ്ട് പെട്ടെന്ന് നടന്നു പോകാൻ പറ്റും. അതെ 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 ആ നമ്മുടെ ഇഷ്ടം പോലെ അല്ലേ? കിട്ടും. അതെ 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 come on come here. ഇങ്ങോട്ട് കുറച്ച് ഇറക്കമായതുകൊണ്ട് കൊള്ളാല്ലേ? അണപ്പ് അണപ്പ് ഇവിടെ ഫുള്ള് കച്ചവടം തന്നെ അല്ലേ?
അല്ലേ? ഉള്ള കച്ചവടം, ബിസിനസ് അല്ലേ? ഉള്ളി ബിസിനസ്. ക്യാമറ എടുക്കുന്നു അവനെന്തിനാ ക്യാമറ? ഐഫോൺ എടുത്ത് കളഞ്ഞാണ്ടില്ലേ ആര്? ഒരു പെണ്ണിന്റെ ഐഫോൺ എടുത്തിട്ട് എൻ്റെ ഒരു സ്ലൈസിന്റെ കുപ്പി അടിച്ചിട്ട് പോയിട്ടുണ്ട്. ആ മറ്റേ വെള്ളം. നല്ല ക്രൗഡ് ഉണ്ടല്ലേ അല്ലേ? നല്ല ക്രൗഡാണ് അല്ലേ? തിരക്കായി തിരക്കായി. നല്ല ക്രൗഡാണ്. വഴിയൊന്നും തിങ്ങാറുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കുളിച്ച് അറിഞ്ഞില്ല. നമ്മൾ നല്ല അടപ്പാടുന്നു അല്ലേ? അല്ലേ നല്ല അടപ്പാടുന്നില്ലേ നമ്മള്? എന്തോ എത്ര വർഷം പഴക്കമുള്ള പൈൻ മരമാണെന്ന് തോന്നുന്നു. പൈൻ ചെവി അടിച്ച് പോയാളിയാ. അതെ, നമ്മൾ ടൂർ നിങ്ങളെ പഴനിയില് അല്ലേ? എല്ലാം ഇവിടെ എൻ്റെ ചെറുക്കൻ വന്നായിരുന്നെങ്കിലേ ഈ കട മൊത്തം മേടിച്ചിട്ട് പോയാനാ. നമ്മൾ തിരിച്ചെത്തി അല്ലേ? ആ ഒരു സ്പോട്ട് കാണാൻ പോയിട്ട് നമ്മൾ തിരിച്ചെത്തി അല്ലേ? കൊള്ളായിരുന്നു അല്ലേ? വണ്ടി വന്ന് ഡ്രീം ക്യാച്ചർ ബ്രോ. വണ്ടി വന്ന് മണി ഒന്നായി. വണ്ടി എടുക്കുന്നു, എവിടെയെങ്കിലും വേറെ സ്റ്റേ പിടിക്കുന്നു, അവിടെ നിന്ന് കയറുന്നു, അടുത്ത ഫുഡ് കഴിക്കുന്നു, അടുത്ത പോകുന്നു. ഫുഡ് നമ്മൾ എവിടെ സെറ്റ് ചെയ്തേക്കണം? അല്ല ഫുഡ് നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അവിടെ വരും. നമ്മുടെ മറ്റേ ഇതില്ലേ എക്കോ പോയിന്റ് ഇല്ലേ? എക്കോ പോയിന്റിൽ ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ നമുക്കുള്ള ഫുഡ് വരും. അങ്ങനെ സെറ്റ് ചെയ്തേക്കണം. ഇപ്പൊ എക്കോ പോയിന്റിലല്ലേ എല്ലാ പണപ്പത്ത് കഴിക്കാൻ പറ്റിയ സാധനം പൊളി. നാച്ചുറൽ മാംഗോ എന്ന് പറയുമ്പോ പ്രകൃതിയായിട്ട് ഇഴകിച്ചേരാം. അതെ. സൗണ്ട് പോകാനുള്ളതിന്റെ മരുന്ന് കഴിച്ചാൽ ഞങ്ങള്. സൗണ്ട് പോയി ഓൾറെഡി അല്ലേ? വേറെ എനിക്കൊരു അടഞ്ഞ സൗണ്ടാ. എന്നിട്ടും ആ സൗണ്ട് എന്ത് ഭംഗിയല്ലോ. അതെ ഹൈലൈറ്റ്. അതെ എന്തായാലും അല്ലേ പണം കൊള്ളാം ഈ തണുപ്പത്ത്. ഇപ്പൊ കപ്പലിനെ മേടിച്ചിട്ടുണ്ട്. അതെ കപ്പലിന് ചൂട് ചത്തിന് വയ്യ അല്ലേ? ചത്തിന് വയ്യ അല്ലേ? ചത്ത ചൂട് അല്ലേ? തണുപ്പ് കണ്ടോണ്ട് പക്ഷെ നമുക്ക് ഇതൊക്കെ ഒരു സെറ്റപ്പാണ്. ഇനി മല ഇറങ്ങി കഴിയുമ്പോൾ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ചിലപ്പോൾ തൊണ്ടവേന വരാം. എന്നാലും നമ്മൾ എൻജോയ് ചെയ്യും. ബേക്കിംഗ് പാഡ് പോകണം കേട്ടോ. എൻ്റെ ഇതിന് പച്ചയുണ്ട് ബേക്കിംഗ് പാഡ്. ഫോട്ടോസൊക്കെ അടിമാലി വായിച്ചാലേട്ടാ. അടിമാലി നമുക്കിനി പിക്ക് എടുക്കാണ്ടല്ലോ അല്ല പറഞ്ഞാ എല്ലാം. അതെ നമ്മള് തിരിച്ച് വണ്ടി കയറാനുള്ള സെറ്റപ്പില്ല അല്ലേ? അടുത്ത സ്പോട്ട് പിടിക്കാൻ വണ്ടി ഐഡന്റിഫൈ ചെയ്ത്. അതെ വണ്ടി കിട്ടി. ഇനി വണ്ടി ചെന്ന് കയറിയാൽ മാത്രം മതി. തിരക്ക് പോയിക്കുക, മൂന്നാറിന്റെ തിരക്ക് പോയിക്കുക അല്ലേ? തിരക്കല്ലേ മൂന്നാറിന് വണ്ടി ഇട്ടേക്ക് നോക്കി. ഇവിടെ വീതി കൂട്ടിയില്ലായിരുന്നെങ്കിൽ ശോകമായ അല്ലാണ്ട് ബ്ലോക്കായി. ആർക്കും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല സത്യം. നമ്മൾ മറ്റേ കണ്ട ആടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കും. കൊള്ളാമല്ല
അല്ല നല്ല ഒരു അടിപൊളി ക്ലൈമറ്റും അല്ലേ. പോവാനുള്ള പുറപ്പാടിലായി. എൻ്റെ അമ്മേ ഇപ്പത്തെറിയേക്കും ഉറപ്പാണ്. ഞങ്ങൾ കട്ട പോസ്റ്റ് കൊടുത്ത് ഒരു വണ്ടി ആൾക്കാരെ മൊത്തം നിർത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കയറുന്നില്ല, നീ കയറിക്കോ, നീ കേട്ടോ. അതെ അതെ ഇവിടെ റിയാക്ഷൻ നോക്കാം. കയറി ഇനി ആൾക്കാർ വരാണ്ട. അതെ ഞങ്ങളാണ് ലാസ്റ്റ്. ഞങ്ങൾ ഒരെണ്ണം മേടിച്ചേ. അതെ എവിടെ ഇങ്ങനെ കാണിച്ചു എടാ ചതി. നിങ്ങളും വാങ്ങിച്ചു ഡ്രീം ക്യാച്ചർ, ഞങ്ങളും വാങ്ങിച്ചു ഡ്രീം ക്യാച്ചർ. ഇനി ആരിലും വരാണ്ട, പോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കളറില്ല ഓക്കെ അല്ലേ? പിന്നെ ജിജി ഓക്കെ അല്ലേ എല്ലാം? അതെല്ലാരും വൈബാണ് അല്ലേ മച്ചാനെ അല്ലേ? വൈബല്ലേ? പൊളി ചേർത്തേ. അതെ ചെക്കൻ്റെ തല. Empty hearts and neon lights, they're playing with my mind. Gotta get out of here tonight. Oh, I wanna run off and fly, and I'll tell myself it's fine to be alone, just to find somewhere that finally feels like home. Oh, I hate all this overthinking. The more I swim, the more I'm sinking. Take me to a world of silver, no more heartbreaks, tears, painkillers. Take me somewhere unfamiliar, bring me back to where we started out. Get me out of now, to where we started out. Get me out of now, to where we started out. La 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 la, oh oh. Get me out of broken hearts and starting fights, turning truth to lies. Gotta get up, stop wasting time. Yeah, I wanna run off and fly, and I'll tell myself it's fine to be alone. അതൊക്കെ ഞങ്ങള് അല്ലേ ഈ കടയുടെ പേര് നിങ്ങൾ എന്തായാലും കാണണം. ഇവിടുത്തെ എവർഗ്രീൻ ഹീറോയാണ്. അതെ പടയപ്പ പടയപ്പ സൂപ്പർ സ്റ്റാർ പടയപ്പ. യെസ് എന്തായിട്ട് മുറുക്ക അതെ പിടിക്കാൻ പോവാ. എന്താണിത്? കൊല്ലോ ഉല്ലാസയാത്ര ഡോംപ്ലേറ്റ് ഞാനിപ്പോ ഒന്നും പറയണ്ട അല്ലേ? ഇതുകൊണ്ട് തമിഴ്നാട് ടീമായിരിക്കും. അജിത്താണ് തല ടി എൻ വണ്ടി.
നൂഡിൽസ് ഉണ്ടോ കണ്ടല്ലോ നൂഡിൽസ് മാഗി അടിച്ചില്ല മാഗി മിക്സിയിലെടുക്കാൻ പറ. നമുക്ക് എന്തൊക്കെ വേണ്ട? 2 ബ്രെഡ് ഓംപ്ലേറ്റ്, 2 മാഗി പോരെ? അല്ലേ പോരെ? തെറ്റോ ചെറിയതാ പോരെ? പറയാൻ 3 ചേച്ചി ശരി 2 ബ്രെഡ് ഓംലേറ്റ് 2 മാഗി. ഇന്ന് ഉറപ്പുള്ള അവിടെ നിന്ന് എടുത്താ. തോന്നിപ്പേ പറഞ്ഞല്ല ഫുഡ് കഴിക്കാൻ പറ്റില്ല ഈ സമയത്ത് തന്നെ. കട്ടൻ ചായ കഴിച്ചപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ടാണ് നല്ല രക്ഷ പിടിച്ചു. ഇവിടെയൊക്കെ നമ്മ കുറച്ച് മാഗിയും അല്ലേ കുറച്ച് ബ്രെഡ് ടൊമാറ്റോ കഴിച്ച് സൽക്കാരം വയറ് മേടിച്ചത് പക്ഷെ കുറച്ച് അതെ കുറച്ചധികം മേടിച്ചല്ലേ നമ്മ അതൊക്കെ മേടിച്ച് ആ കൊള്ളാം. തണുപ്പത്ത് മാഗി അടിപൊളിയാട്ടോ. കടകളൊക്കെ മേടിക്കുന്നത് ഇവിടെ എല്ലായിടത്തും കടകളില്ലാത്തൊരു സ്പോട്ടില്ല അല്ലേ? കണ്ണാടി അതിലെങ്ങനെയുണ്ട്? ഇങ്ങനെ ഉണ്ടല്ലേ കുഴപ്പമില്ല. കൊള്ളാം. ജിജി വേറെ ഗ്യാങ്ങോടാ സെറ്റ് ചെയ്ത് ഇരിക്കാണ്. വേണ്ട ഞങ്ങൾ ആവശ്യത്തിന് കഴിച്ചു. ഗാന തീർന്ന് എങ്ങനെയുണ്ട്? ഫുഡ് കഴിച്ചാ? ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു. ആണോ? 2 നൂഡിൽസാ? ലൈറ്റ് ഫുഡ് മതി. ടൂറുമ്പോ അല്ലെങ്കിലും കുഴിമന്തി കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ? അല്ലേ കറക്റ്റ് അല്ലേ? അതെ എല്ലാരും നൂഡിൽസും ചെറിയ ബ്രെഡ് ഓംലെറ്റ് അല്ലെ ടച്ച് അല്ലെ? അതെ നമ്മളപ്പുറത്തെ കടയിൽ കയറി ഇവരിപ്പുറത്തെ കടയിൽ കയറി ഇവര് കഴിച്ചിട്ടില്ല. ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളങ്ങനെ ഒരു വണ്ടി തന്നെ വരവ് പിന്നെ ഇവിടെ നോക്കി നടന്നില്ലെങ്കിൽ അല്ലേ? ഇവിടെ നോക്കി നടന്നില്ലെങ്കിൽ നമ്മുടെ എങ്ങനെ അവർക്ക് കഴിക്കറിയാൻ പാടില്ല. മാഗി ഇങ്ങനെ തിന്നാണ്. മാഗി ഇങ്ങനെ എടുത്തിട്ട് പൊട്ടാണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വായിലോട്ട് വെക്കണോട്ട് മറ്റേ ഒരു വലിക്കും. അതെ ഇങ്ങനെ മാഗി ഗൈസ് മറ്റേ മാഗി കഴിച്ചപ്പോൾ തൊണ്ട പൊള്ളി എന്റെ അണ്ണാക്ക് പൊള്ളി ഗൈസ്. എനിക്കൊന്നും ഇറക്കാൻ പറ്റില്ല. പോലും ഇറക്കാൻ പറ്റില്ല. ഭയങ്കര ഇടങ്ങേറ്. ഇപ്പൊ എന്തിറക്കുമ്പോഴും അറിയാൻ പറ്റണ്ടെന്ന്. അതെ 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 അറിയണ്ട. എല്ലാം അറിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കണേ. നമ്മള് വണ്ടി ഇട്ടേക്കടുത്തൊക്കെ പോകണേ. അവിടെ ശരത്തിരിപ്പണ്ടെന്ന് പറയുന്നുണ്ട്. ശരത്തിനൊന്ന് മീറ്റ് ചെയ്യണം പോയിട്ട് അല്ലേ? അല്ലേ മീറ്റ് പറ്റുള്ളൂ. ശരത്ത് പാവം. ശരത്ത് ചെറുതായിട്ടൊന്ന് ഈ വണ്ടിയൊക്കെ ഓടിയേ പുള്ളിക്ക് ചെറുതായിട്ട് വയ്യായിക. അറിയണ്ട ശരത്തിന് വയ്യായികന്ന്. അയ്യോ ശരിക്കും വയ്യണ്ട കേട്ടോ. അറിയില്ല നമ്മൾ നോക്കാം. അതോ വേറെ ടീംസ് തുടങ്ങണോ? വലിയ പോരാ അല്ലേ? അന്ന് കഴുകിയായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അണ്ണന്റെ പൂ അല്ലേ? പച്ചതേ വണ്ടിയിലേക്ക് എത്തിയാണ്. കൊള്ളാം. പിന്നെ നമ്മള് തിരിച്ചു പോകാൻ പറ്റില്ല അല്ലേ? എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകണേണ് അല്ലേ? കൊള്ളായിരുന്നല്ലേ? അല്ലേ? അത്യാവശ്യം ഇല്ലില്ല നമ്മ ഇടില്ല. ഞങ്ങൾ ഇത്തവണ ഇടും അല്ലേ? ഇല്ല അതാണ്. അതാണ് ഇങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ മൂന്നാറിൽ നിന്ന് ഇറങ്ങി. പിന്നെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല. എന്താ പറയാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ചവിട്ടിയൊക്കെ കോതമംഗലത്തിൻ്റെ അടുത്തായിട്ട്
എല്ലാം അല്ലേ കൊള്ളായിരുന്നല്ലേ നമ്മുടെ അടിപൊളി യാത്രയെല്ലാം ട്രിപ്പ് സൂപ്പറല്ലേ എല്ലാരും എൻജോയ് ചെയ്തല്ലേ ഹെവി അല്ലേ ഹെവി ടീമാട്ടില്ലേ പുള്ളി നമ്മള് പറഞ്ഞു ഹൈബി ചേട്ടന്റെ റിയൽ മാൻ ഇന്നത്തെ ഞങ്ങളുടെ റിയൽ മാൻ ആയിരുന്നു ഇന്നത്തെ താരം അതെ അല്ലേ പൊളി ട്രിപ്പിന് വന്നില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഈ ട്രിപ്പിന് വന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും ഞാൻ ഉൾപ്പെടെ അല്ലേ ശരത്ത് കനകനൊക്കെ ഒരിക്കലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ലേ 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 കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞ അല്ല നമ്മൾ എല്ലാം അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് എല്ലാ സ്ഥലത്തും നമുക്ക് പിന്നെ അടിച്ചു പൊളിച്ച് പല ആൾക്കാരായിട്ട് കമ്പനിയാക്കി അവിടെ നമ്മുടെ വേറെ റൂംമേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വേറെ JD ടീമൊക്കെ ആയിട്ട് എല്ലാം പരിപാടിയെല്ലാം സെറ്റായി അടിപൊളിയായി എല്ലാം ത്രൂ ഔട്ട് അവസാനം വരെ ടെമ്പോ കീപ്പ് ചെയ്തു നമ്മൾ. അതെ പൊളിച്ച് അല്ലേ നമ്മള് എന്തോ പറയാണ്ട് പറ ചെന്നൈ സൂപ്പർ കിങ്സ് പുള്ളി വേറെ മൈൻഡിലാണ് നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് നമുക്ക് പാർട്ടി കുഴപ്പമില്ല തലേ കൊള്ളാലോ അല്ലേ വിനോദേ അപ്പൊ നമുക്കിനി അടുത്തത് ബാച്ചിലേഴ്സ് ആയിട്ട് ഇവിടെ ഇവിടെ അല്ലേ നമുക്ക് മാത്രമായിട്ട് നമുക്ക് നമ്മുടെ HS കൂട്ടണം അല്ലേ HS ഇല്ലാണ്ടുള്ള പരിപാടിയില്ല ഫുള്ള് ടൈം വ്ളോഗായിരിക്കും. അതെ നമ്മൾ ഫുൾ വ്ളോഗ് വേറെ എല്ലാ കാര്യവും വരും. അതെ ഫുൾ എല്ലാ ഞങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന എല്ലാ പരിപാടികളും വ്ളോഗിൽ വരും കാണിക്കാൻ പറ്റാന്ന്. HS ആയിട്ട് നമ്മൾ കോതമംഗലം പോയ ട്രിപ്പ് പോലത്തെ ഒരു ട്രിപ്പ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ ട്രിപ്പ് പൊളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ വൈബായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ നെഞ്ചൊന്ന് കത്തി, അത് വേറെ വശം. അതെ ഒരു മാസം ശമ്പളം ചെറുതായിട്ട് പോയിട്ടുള്ളത്, ഒരു മാസം ശമ്പളം നൈസായിട്ട് പോയതല്ലേ. സൂപ്പർ ട്രിപ്പ്. ഞങ്ങൾ പോയ ട്രിപ്പ് മച്ചാനെ ആകെ വേറെ ലെവൽ ട്രിപ്പായിരുന്നു, ഒന്നും പറയണ്ട. പരിപാടി ഉണ്ടായില്ല, തകർത്ത് വാരിയ. അതെ ജാമ്പൊക്കെ വെച്ചിട്ടുണ്ടോ നമ്മൾ ടച്ച് ജാമ്പൊക്കെ അല്ലേ. അപ്പൊ എല്ലാവർക്കും കൂടി നമ്മള് നമ്മുടെ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പിന്നെ വരും. ഓക്കെ ബൈ.